ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ ഒരുപാട് പേരോട് ഇൻസ്റ്റാളിൽ ചോദിച്ചിട്ടുള്ളതാണ് ജോബ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇന്ന് വീഡിയോസിലൂടെ കാണാം. ഒരുപാട് യാത്രയൊക്കെ ചെയ്യാൻ പറ്റിയ ജോബുമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളും ജോബിൻ്റെ ഇടയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു. നമുക്ക് ആദ്യം ഈ ക്യാഷ് പോയി എക്സ്ചേഞ്ച് ചെയ്യാണ്ട് നമ്മളൊരു കസ്റ്റമർ തന്നാണ്. ആളെ കയ്യിൽ നാട്ടിലത്തെ ക്യാഷ് ഇല്ല, നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തോളെന്ന് പറഞ്ഞ് തന്നതാണ്. ഒരു 5,000 റിയാലാണുള്ളത്. ഏകദേശം നമ്മുടെ നാട്ടിലത്തെ 1,15,000 വരും. അത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുപോയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നേരെ പോയിട്ടിരിക്കുന്നത് കുന്നുംപുറം KCB ആയിട്ടോ. കുന്നുംപുറം നമ്മൾ വേങ്ങര റൂട്ടിലാണ്, എയർപോർട്ടിൻ്റെ സൈഡിലൂടെയാണ് പോയിട്ടിരിക്കുന്നത്. KCBയിലെത്തി. അവിടെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പേപ്പർ വർക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങി. തിരിച്ച് വരുമ്പോൾ ഓർമ്മയില്ലാതെ നമ്മൾ എയർപോർട്ടിൻ്റെ പഴയ ക്രോസ് റോഡിലൂടെ കയറി. പിന്നെയാണ് ഓർമ്മ അവിടെ റൺവേൻ്റെ വർക്ക് നടക്കൊണ്ട് തന്നെ റോഡൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ വണ്ടി തിരിച്ച് വേറെ റൂട്ടിലൂടെ പോകും. അപ്പം അടുത്ത് നമ്മൾ പോകുന്നത് വള്ളംപുറം ഭാഗത്തുള്ള ഒരു ഓഫീസിലേക്കാണ് കേട്ടോ. വള്ളംപുറം എന്ന് പറഞ്ഞാൽ നമ്മൾ മലപ്പുറം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഒരു വത്തക്കയുടെ ജ്യൂസ് ഉണ്ട്. വത്തക്ക എന്നുള്ളത് പല സ്ഥലത്തും പല പേരാണ്. വാട്ടർ മെലനാണ് സാധനം. ഇവിടെ ജ്യൂസ് വെറും 15 രൂപയ്ക്ക് അൺലിമിറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ് കുടിച്ചു. അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റുഡൻസ് അതിലേറെ പിന്നെയും മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളും അടുത്ത ഗ്ലാസ് മേടിക്കുകയാണ്. കുടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 15 രൂപയാണ് അത് അയച്ചു കൊടുക്കണം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഞാൻ വന്നിട്ടുള്ള ഓഫീസിൽ. അവിടെ നമ്മളൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റ് കൊടുക്കാണ്ട്. അങ്ങനെ 2 സ്റ്റാമ്പ് ബോർഡ് കൊടുക്കാണ്ട് കേട്ടോ. അത് കൊടുത്തു. ഇനി നമുക്ക് അരീക്കോട് ഭാഗത്തൊരു KCBയിൽ പോകാനുണ്ട്. ഇന്ന് നമ്മൾ പ്ലാനിങ് കുറച്ച് പാടി നമുക്ക് മിനിയൂട്ടി ഏരിയയിലൂടെ പോകേണ്ടിയിരുന്നു. പക്ഷേ നമ്മളെ കസ്റ്റമർ അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി. പക്ഷേ ഇനി നമുക്ക് അരീക്കോട് KCBയിലാണ് പോകുന്നത്. അരീക്കോട് 2 KCB ഉണ്ട്. ഒന്ന് അരീക്കോടിൻ്റെതും ഒന്ന് കീഴുപറമ്പിൻ്റെതുമാണ്. കീഴുപറമ്പ് കുറച്ച് അപ്പുറത്തുള്ള ഏരിയയാണ്. എന്നാലും അതിൻ്റെ KCB അരീക്കോട് തന്നെയാണുള്ളത്. ഒരു KCBകൾ തമ്മിലൊരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ അരീക്കോട് എത്തിയിട്ടോ. അപ്പോൾ അരീക്കോട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു പഴയ പാലട്ടത്. നമ്മൾ അരീക്കോട് നിന്ന് മൂർക്കനാടിക്കുള്ള പാലയുന്നു. ഇതിന് മുന്നേ 2009 ഒരു തോണി മറിഞ്ഞിട്ട് ഇവിടുന്ന് അപ്പുറത്തേക്ക് തോണി ഉണ്ടായിരുന്നത്. തോണി മറിഞ്ഞിട്ട് 8 സ്റ്റുഡൻസോളം മരണപ്പെട്ടിരുന്നു. അതിന് ശേഷം ഉണ്ടാക്കിയ പാലാണിത്. അപ്പോൾ ഈ പാലും പൊളിഞ്ഞു കിടക്കാൻ എനിക്ക് കുറേ കാലമായി. എന്നാലും പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കണേന്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. നല്ല മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പാലത്തിൻ്റെ പുതിയ പാലം ഉണ്ടാക്കാൻ അതിൻ്റെ പില്ലറിനുള്ള പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വന്നിട്ട് അവിടെ വരെ ഉണ്ടായിരുന്നു. അതിൻ്റെ പാർട്സുകളാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ നമുക്കൊരു കോള് വന്നു. നമ്മൾ കീഴുപറമ്പ് KCBയിൽ പോകേണ്ട ആവശ്യമില്ല. അവിടുത്തെ പരിപാടി കൊള്ളായി. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ദിവസത്തേക്ക് മാറി. അപ്പോൾ ഇനി നമുക്കൊരു വിഷു പർച്ചേസിന് പോകാം. നമ്മൾ വന്നിട്ടുള്ളത് കസവ് കേന്ദ്രയ്ക്കാണ് കേട്ടോ. പിന്നെ നമ്മളെ കൂടെ 2 ആളുണ്ട് കേട്ടോ. പക്ഷേ അവരെ കാണിക്കാനായിട്ടില്ല. കാണിക്കാനാവുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുറേ സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തിട്ടോ. അതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ ചടപ്പിക്കുന്നില്ല. അപ്പോൾ പർച്ചേസ് കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ തിരിച്ചു പോരുന്ന വഴി നമ്മളെ കടുങ്ങല്ലൂർ വഴിയാണ് കേട്ടോ. കടുങ്ങല്ലൂർ എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഈ ഓർമ്മ വരുന്ന ഒരു പാലാണ് ഈ പാലം. 1939 ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള പാലാണ്. ഏകദേശം 80-85 വർഷമെങ്കിൽ ഇപ്പോഴും സഞ്ചാരയോഗ്യമായിട്ട് കിടക്കുന്ന പാലാണ് കേട്ടോ. ഇതിൽ പാസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് കയറലുണ്ട്. കുറച്ച് മുന്നേ നമ്മൾ ഈ പാലത്തിൻ്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വൈറലായിരുന്ന പാലാണ്. അപ്പോൾ സമയം ഏകദേശം വൈകുന്നേരമായി. ഇന്നത്തെ വർക്കും കഴിഞ്ഞു, നമ്മളെ യാത്രയും കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗിൽ നാളെ കാണാം. ബൈ ബൈ.